നമസ്കാരം. ഞാൻ ബിജീഷ് വള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് വള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ വിദഗ്ധമായിട്ട് നമുക്ക് ട്രേഡുകൾ നമുക്ക് മാനേജ് ചെയ്യാം. അതിന് മുൻപ് തന്നെയായിട്ട് നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ ഒരു ട്രെൻഡിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് സ്റ്റിൽ വീക്ക്നെസ് തന്നെയാണ്, പക്ഷെ സപ്പോർട്ട് ചെയ്തും ബൗൺസ് ചെയ്യാൻ സാധ്യതയുണ്ട്. നിഫ്റ്റിക്കയിലും വോളറ്റാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഒരു ബൗൺസിനൊരു സാധ്യതയുണ്ടെന്ന് സൂചിപ്പിച്ചായിരുന്നു. അപ്പോൾ ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു ട്രേഡുകൾ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. രാവിലെ തന്നെ ഹോൾഡ് ചെയ്ത് നിന്നത് സപ്പോർട്ടിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് ശ്രദ്ധിക്കുക. ജസ്റ്റ് ആ ഒരു സപ്പോർട്ടിൽ ഹോൾഡ് ഇൻ കേസ് ഒരു ഷോർട്ട്സ് ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ എപ്പോഴും എക്സിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. സപ്പോർട്ടിൽ ഹോൾഡ് ചെയ്യുമ്പോൾ ബൈയുടെ ഓപ്പർച്യൂണിറ്റി നമ്മളത് പറഞ്ഞായിരുന്നു, കഴിഞ്ഞ ദിവസത്തിൽ തന്നെ സൂചിപ്പിച്ചായിരുന്നു. ഇതൊരു സപ്പോർട്ട് ലെവലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്താൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാമെന്ന്. അതുപോലെ നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരിക്കുന്നത് കുറച്ചൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ് എന്ന് പറഞ്ഞ് നൽകിയിരിക്കുന്നത് 21,400 നിഫ്റ്റി ശ്രദ്ധിക്കുക. 21,400 മുകളിലേക്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഒരു കാല് പോലും അതിന്റെ മുകളിലേക്ക് ക്ലോസ് ചെയ്തിട്ടില്ല. അതിനുശേഷം നിഫ്റ്റിയിലായാലും പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസത്തെ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് നിഫ്റ്റി നിലനിൽക്കുന്നതാണ് കണ്ടത്. അവസാനത്തെ ഒരു സെക്ഷനിൽ ഒരു പോസിറ്റീവ് മൊമെന്റം നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് ബോത്ത് സൈഡിലേക്ക് മൂവ്മെന്റിന് സാധ്യതയുള്ള ബോത്ത് സൈഡ് പ്രോബബിലിറ്റി മൂവ്മെന്റാണ് സാധ്യത നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ സൂചിപ്പിച്ചായിരുന്നു. അപ്പോൾ വരും ദിവസങ്ങളായാലും നമുക്ക് നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ്, ഈ ഒരു ട്രെൻഡ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം. അപ്പോൾ നിഫ്റ്റിയിലും കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. എന്നിരുന്നാലും നിഫ്റ്റി ഒരു ട്രെൻഡ് വീക്ക്നെസ് ആണ്. പക്ഷെ റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. ബോത്ത് സൈഡിലേക്ക് മൊമെന്റത്തിന് സാധ്യതയുണ്ട്. വരും ദിവസങ്ങളായാലും നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാക്റ്റ് ആയിട്ട് റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് ചെയ്യുക. ഞാൻ ഈ ഒരു ലെവലിലാണ് ഞാൻ നിഫ്റ്റിയിലും റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഏരിയ വരും ദിവസങ്ങളിൽ സപ്പോർട്ടായിരിക്കും. അപ്പോൾ 21,340 21,335 സപ്പോർട്ടായിട്ട് നിലനിർത്തുക. അപ്പോൾ ഈ ഒരു സപ്പോർട്ടാണ് ലോവർ ലെവലിലെ ഒരു സപ്പോർട്ടായിട്ട് നിഫ്റ്റിനെ കാണുന്നത്. അതിനുശേഷമായാലും നിഫ്റ്റിക്ക് ഇൻ കേസ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ നിഫ്റ്റിക്ക് ഒരു ഹയർ ലെവൽ റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത് 21,500 മുകളിലാണ്. 21,520 റെസിസ്റ്റൻസ്. 21,520 മുകളിലാണെങ്കിൽ ഒരു കാരണവശാലും ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്തത്. 520 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഉടനെ നമുക്ക് ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ നിഫ്റ്റി ഓപ്പൺ ചെയ്ത് ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും ശ്രദ്ധിക്കുക, ഇതൊരു പോസിറ്റീവ് സെന്റിമെന്റ് അല്ല. ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. 520 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് കുറച്ചൊരു സ്ട്രോങ് നിഫ്റ്റിയിലായാലും കാണുന്നത്. നിഫ്റ്റിയിൽ ലോവർ ലെവൽ സപ്പോർട്ട് 21,335 സപ്പോർട്ട്. അതുപോലെ തന്നെ ഒരു സപ്പോർട്ടും കൂടി ഇവിടെ കാണുന്നുണ്ട്. 21,375 കൂടി നിഫ്റ്റിയുടെ സപ്പോർട്ടാണ്. 21,375. അപ്പൊ നിഫ്റ്റി ഓപ്പൺ ചെയ്യുമ്പോൾ ഇൻ കേസ് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും ശ്രദ്ധിക്കുക. 375 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ 375 താഴെ 335 സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, 335 സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് 375 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ബൈയുടെ ഒരു സെന്റിമെന്റ്. 21,335 താഴെ വീക്ക്നെസ് ആണ്. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇതിന്റെ ഒരു താഴെയാണെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി വന്ന് യൂട്ടിലൈസ് ചെയ്യാം. ലോവർ ലെവൽ സപ്പോർട്ട് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന ആ ഒരു സപ്പോർട്ട് ഏരിയ തന്നെയാണ്. നിഫ്റ്റിയുടെ ലോവർ ലെവൽ സപ്പോർട്ട് കാണുന്നത് 21,125 21,125 സപ്പോർട്ട് മാനേജ് ചെയ്യേണ്ടത്. ഇൻ കേസ് ഇതിന്റെ ഒരു താഴത്തേക്ക് 21,185 താഴത്തേക്ക് വന്നു. വീക്ക്നെസ് ആണ്. തിരിച്ചു കയറുന്നുണ്ടെങ്കിൽ വോളറ്റാലിറ്റി ആണ്. മാർക്കറ്റ് ബോത്ത് സൈഡിലേക്കുള്ള പ്രോബബിലിറ്റി ആണ്. 21,235 മുകളിലേക്കും സസ്റ്റെയിൻ ചെയ്ത മുകളിലേക്ക് ഒരു സെന്റിമെന്റ് ആണ് കാണുന്നത്. ഹയർ ലെവലിൽ 21,335 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 21,375 ബ്രേക്ക് ചെയ്യാതെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു സപ്പോർട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്.
ഹയർ ലെവലിലേക്ക് 21,520 റെസിസ്റ്റൻസ് 520 മുകളിൽ നിലനിൽക്കുമ്പോൾ വേറെ റെസിസ്റ്റൻസ് നൽകുന്നില്ല. കാരണം ഇതിൻ്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രം ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അതേ രീതിയിൽ എപ്പോഴും ട്രെൻഡ് മാനേജ് ചെയ്യുക. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഇന്നത്തെ മാർക്കറ്റിൽ സംഭവിച്ചു നോക്കാം. ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബൗൺസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, വോളറ്റാലിറ്റി ഉണ്ട്. മാത്രമല്ല ഓപ്പണിംഗ് തന്നെ ബാങ്ക് നിഫ്റ്റി 44,915 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു. ബൈയുടെ ഒരു സെന്റിമെന്റാണ്. റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈയുടെ ഒരു സെന്റിമെന്റാണ്. ഷോർട്ട് സെന്റർ ഓപ്പർച്യൂണിറ്റി അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്യരുത്. അതിനുശേഷം ആയാലും റെസിസ്റ്റൻസ് 45,350 ആ റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നാണ് ബാങ്ക് നിഫ്റ്റിയിലും സ്ട്രഗിൾ ചെയ്ത് നിന്നിരുന്നത്. അതിനുശേഷം ആ ഒരു ലെവലിൽ നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിരുന്നു. അതിനുശേഷം വീണ്ടും ഒരു വോളറ്റൈൽ മൂവ്മെന്റ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയിലും കണ്ടിരുന്നത്. ബോത്ത് സൈഡിലേക്ക് പ്രോബബിലിറ്റി ഉള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയിലും കണ്ടിരുന്നത്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും വരും ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ, എങ്ങനെയാണ് നമുക്ക് റൈറ്റ് ആയിട്ട് മാനേജ് ചെയ്യേണ്ടത് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലും മന്ത്ലി എക്സ്പയറി ആണ്. ഈ ഒരു എക്സ്പയറി നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലും ഹയർ ലെവൽ റെസിസ്റ്റൻസ് അപ്പിലാണ് റെസിസ്റ്റൻസ് വരുന്നത് 47,255. ഇൻ കേസ് ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഒരു സാധ്യതയുണ്ട്. റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണ്. ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. 47,255 മുകളിലാണെങ്കിൽ അഗ്രസീവായിട്ട് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. അടുത്ത റെസിസ്റ്റൻസ് 47,515 ആണ്. 515 എത്തുന്നുണ്ട് നോക്കുക. അല്ലെങ്കിൽ 47,255 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രം ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഇതിന്റെ മുകളിൽ ഒരു ബൈ സെന്റിമെന്റാണ്. വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും ഈ ഒരു റേഞ്ചിന്റെ മുകളിലാണെങ്കിൽ ഷോർട്ട് സെന്റർ ഓപ്പർച്യൂണിറ്റി ഈ ഒരു ലെവലിന്റെ താഴെ മാത്രമാണ് ഷോർട്ട് സെന്റർ ഓപ്പർച്യൂണിറ്റി. ഇൻ കേസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നാലും ഹയർ ലെവലിലേക്ക് റെസിസ്റ്റൻസ് ഉണ്ട്. ഷോർട്ട് സെന്റർ ആണ് കൂടുതൽ സാധ്യത. പക്ഷെ 47,255 മുകളിൽ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടോ നോക്കുക. ബാങ്ക് നിഫ്റ്റിയായാലും ലോവർ ലെവലായാലും സപ്പോർട്ട് ഉണ്ട്. ലോവർ ലെവലിൽ 44,700 സപ്പോർട്ടാണ്. 44,800 സപ്പോർട്ടാണ്. 44,700 എന്ന് പറയുന്നത് ഒരു റേഞ്ച് സപ്പോർട്ടായിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ ആക്ട് ചെയ്യും. 700 ഹോൾഡ് ചെയ്തുകൊണ്ട് 800 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട് നോക്കാം. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് ഒരു താഴെയാണ്. 44,700 താഴെയാണെങ്കിൽ വീക്ക്നെസ് ആണ്. ചെറിയ ടൈപ്പിലെ ഷോർട്ട് സെന്റ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ബാങ്ക് നിഫ്റ്റിയിൽ 44,490 എന്നൊരു സപ്പോർട്ടിന്റെ അടുത്തേക്ക് ഈസി ആയിട്ട് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലും ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. 44,490 താഴെയായാലും 44,200 അടുത്താണ് സപ്പോർട്ട് വരുന്നത്. ഇത് സ്ട്രോങ് സപ്പോർട്ടാണ്. ലോവർ ലെവല് 44,200 അടുത്ത് എത്തുമ്പോഴേക്കും ബാങ്ക് നിഫ്റ്റി സ്ട്രോങ് സപ്പോർട്ടാണ്. ഈ ഒരു ലെവലൊന്നും ലോവർ ലെവൽ അഗ്രസീവ് ആയിട്ടുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക.